കഴിഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ താരീഖ്. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, അല്ലാഹുവേ എനിക്ക് നിന്നെ കണ്ടേ മതിയാവുകയുള്ളൂ. അവസാനം അല്ലാഹു പറഞ്ഞു മൂസാ നബിയോട്, തൂരിസിനാ പർവ്വതത്തിലേക്ക് വരിക. അങ്ങനെ മൂസാ നബി തൂരിസിനാ പർവ്വതത്തിലേക്ക് വന്നപ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മഹാന്മാർ എഴുതി വെക്കുന്നു, അവിടുന്ന് 99 മറയപ്പുറത്ത് അവിടെ നിന്നൊരു പ്രകാശം, അല്ലാഹുവിൽ നിന്നൊരു നൂറ് ആ തൂരിസിനാ പർവ്വതത്തിലേക്ക് പതിഞ്ഞപ്പോൾ മൂസാ നബി ബോധരഹിതനായി പോയി. അത് താങ്ങാൻ കഴിഞ്ഞില്ല. എന്നാൽ ഖാലിഖായ റബ്ബിന്റെ അരികിലേക്ക് പോകുന്നത് നമ്മുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങൾ പോകുന്ന സമയത്ത് അതുവരെ കൂടെ ഉണ്ടായിരുന്ന മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ ഇനി ഇവിടെ അങ്ങോട്ട് എനിക്ക് പെർമിഷൻ ഇല്ല. ജിബ്രീലിനാണോ മുത്തനബിക്കാണോ സല്ലല്ലാഹു അലൈഹി വസല്ലല്ലാഹ് ഏറ്റവും വലിയ മഹത്വം? അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ اللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. ജിബ്രീൽ പറഞ്ഞു അലൈഹിസ്സലാം, നബിയെ ഇനി അങ്ങോട്ട് എനിക്ക് വരാൻ പെർമിഷൻ ഇല്ല, തങ്ങൾ പോയിക്കോളൂ, ഒരു ബേജാറും വേണ്ട നബിയെ. അല്ലാഹുവിനെ കണ്ട് തങ്ങൾ തിരിച്ചു വന്നോളൂ. ആ അല്ലാഹുവിനെ കാണുക എന്നുള്ള വലിയ ഭാഗ്യം കിട്ടിയവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം എത്രയാണ്, അവിടുത്തെ സ്ഥാനം എത്രയാണ്? എല്ലാത്തിനേക്കാൾ ഏറ്റവും വലിയ മഹത്വമുള്ളവരാണ് നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഒരൊറ്റ ജന്മദിനം ഇസ്ലാം അനുവദിച്ചിട്ടുള്ളൂ. അത് അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുൽ വജൂദ് ത്വാഹ അജ്മലുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞയച്ചു തന്നെ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും റഹ്മത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.